ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 27 നടന്ന LD ക്ലർക്ക് തിരുവനന്തപുരം പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 5 ചോദ്യങ്ങൾക്ക് ഡിലീഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു ചോദ്യത്തിന് ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 23, 48, 61, 69, 76 എന്നീ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് 32ാമത്തെ ചോദ്യത്തിനാണ് ഓപ്ഷൻ ചേഞ്ചായി ഓപ്ഷൻ സി ആയി മാറിയിരിക്കുന്നത്. നമുക്ക് ഈ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. 23ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 48ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏത്? ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. 61ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഈ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചോദ്യം നമ്പർ 69, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആ ചോദ്യവും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 76ാമത്തെ ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക എന്നതാണ്. ആ ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 5 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 32ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 32, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി 2 ശരി. ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് ഉത്തരമായി വരുന്നത്. എക്സാം എഴുതിയ എല്ലാവരും തന്നെ ഫൈനൽ ആൻസർ കീ വെച്ച് മാർക്സ് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്